നമസ്തേ. ഡബിൾ ബാരലിന്റെ മറ്റൊരു വീഡിയോവുമായി ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. നിങ്ങൾ ഓരോരുത്തരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ബെൽ ബട്ടൺ അമർത്തിക്കൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മളിങ്ങനെ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നത്, കഴിഞ്ഞ ദിവസം പാർലമെന്റ് അകത്ത് കോൺഗ്രസ്സുകാരുടെ പഞ്ചാബിലെ പഴയ മുഖ്യമന്ത്രിയായിരുന്ന ചെന്നി സംസാരിച്ചു. അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ഇങ്ങനെ സംസാരിക്കാം നമുക്ക് തമ്മിൽ എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാനം രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന പ്രസ്ഥാനമാണെന്ന് 24 മണിക്കൂറും പറഞ്ഞു നടക്കുന്നു. കോൺഗ്രസ്സുകാരും പറഞ്ഞു നടക്കുന്നത് അത് തന്നെ. ഏറ്റവും വലിയ രാജ്യസ്നേഹികൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് എന്ന് പറയപ്പെടുന്നതാണ്. പക്ഷെ ഇവിടെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതാവ് മുതൽ ഇങ്ങോട്ട് ഉള്ളവർ ആ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്ന അത്രയെങ്കിലും രാജ്യത്തിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നിപ്പോകുന്നു. ആ പ്രസ്ഥാനത്തിന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരോടും എനിക്കതാ ചോദിക്കാനുള്ളത്. നിങ്ങളൊക്കെ ഈ രാജ്യത്തിനെ സ്നേഹിച്ചുകൊണ്ട്, ഈ രാജ്യം മുന്നിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വോട്ട് ചെയ്തവരായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങളെ നേതാക്കന്മാർ ഈ വോട്ട് കിട്ടിപ്പോയി അവിടെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ബുദ്ധിയോടുകൂടി സംസാരിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. തീവ്രവാദികൾക്കും രാജ്യദ്രോഹികൾക്കും വേണ്ടി സംസാരിക്കുന്നു. തികച്ചും രാജ്യദ്രോഹികൾക്ക് വേണ്ടി സംസാരിക്കും. നമ്മളെ ഒരു സിഖുകാരൻ പഞ്ചാബിനെ സെപ്പറേറ്റ് ചെയ്യണം, ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയെ ഉണ്ടാക്കിയത്, മുമ്പ് ഈ രാജ്യങ്ങളൊക്കെ വേറിട്ട് നിൽക്കുന്നതായിരുന്നു, ഈ പഞ്ചാബിനെ ഇന്ത്യയിലേക്ക് പിടിച്ചു ചേർത്തിയതാണ് ബ്രിട്ടീഷുകാര്, അങ്ങനെ ഉണ്ടായതാണ് ഇന്ത്യ എന്നൊക്കെ സംസാരിക്കുന്ന, അതിനു വേണ്ടി ആ സെപ്പറേറ്റിസത്തിന് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭിന്ദ്രൻവാലയെ പോലെ ഉള്ള ഒരു സിഖ് തീവ്രവാദി അമിത് പാൽ അയാള് ജയിലിൽ കിടക്കുകയാണ്. അതിവിചിത്രം ഇന്ത്യയുടെ നിയമം എന്ന് പറയാം. അയാൾക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവസരം നമ്മുടെ രാജ്യത്തെ നിയമം അനുവദിച്ചിരിക്കുന്നു. അങ്ങനെ അയാൾ ജയിച്ചു. അയാൾ ഇന്ന് പാർലമെന്റ് മെമ്പറാണ്. പക്ഷെ ജയിലിലിരിക്കുകയാണെന്ന് മാത്രം. അതും ഒരു വിരോധാഭാസം തന്നെ. നമ്മൾ ഒരിക്കലും കാണാത്ത പലതും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊക്കെ എന്തോ ആകട്ടെ. അങ്ങനെയുള്ള ഒരു രാജ്യത്തിനെ വിഘടിപ്പിക്കണമെന്ന് പറയുന്ന ഒരു വിഘടനവാദിയായ ഒരു പാലിനെ, ഒരു അമൃതപാൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോൺഗ്രസ്സുകാർ സംസാരിക്കുന്നു. ഏത് തീവ്രവാദികളുണ്ടോ ആ തീവ്രവാദികൾക്ക് വേണ്ടി കോൺഗ്രസ് സംസാരിക്കും എന്നുള്ള നിലയിലേക്ക് പോയിരിക്കുന്നു. പഞ്ചാബിൽ നിന്നുള്ള ആ ചെന്നി പഴയ മുഖ്യമന്ത്രിയാണ് പോയി. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കണം, കോൺസ്റ്റിറ്റ്യൂഷനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ ചുവന്ന പുസ്തകവും എടുത്ത് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതാണെന്ന് പറഞ്ഞ് പൊന്തിച്ച് കാണിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത കോൺഗ്രസ്സുകാര് അതിസുന്ദരമായിട്ട്
ഈ കോൺസ്റ്റിറ്റ്യൂഷനെതിരെ സംസാരിക്കുന്ന തീവ്രവാദിക്ക് വേണ്ടി വാദിക്കുന്നു പാർലമെന്റിനകത്ത്. നമ്മളെല്ലാവരും കണ്ടതാണ്. നമ്മളെല്ലാവരെയും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള അതിന് കോൺഗ്രസ്സുകാരുടെ സപ്പോർട്ട് നമ്മൾ കണ്ടു. കോൺഗ്രസ്സുകാർ അവന് വേണ്ടി സംസാരിക്കുന്നു. കോൺഗ്രസ്സുകാര് ആ പഞ്ചാബ് സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുന്ന തീവ്രവാദിക്ക് വേണ്ടി സംസാരിക്കുന്നു. രാജ്യത്തുള്ള എവിടെയും എന്ത് തീവ്രവാദ ഇത് നടന്നാലും എന്തിനേയും ചോദ്യം ചെയ്യുന്നു BJPയെ എതിർക്കുവാൻ വേണ്ടി. എന്നിട്ടും ഈ കളിയൊക്കെ കളിച്ചു. ഏതോ ഒരു എന്താണ് ധ്രുവ് എന്ന് പറയാ, ആ ജർമ്മനിയിലെ ആ പയ്യൻ, എന്താ ഒരു യൂട്യൂബർ, അവന്റെ പേരെന്താ, എനിക്ക് പെട്ടെന്ന് വരുന്നില്ല. അവന്റെ ധ്രുവ് റവാത്തിന്നോ എന്തോ ആണ്. അവനും ഒരു തീവ്രവാദ ബന്ധമുള്ളവനാണ്. അവനെ കൂട്ടുപിടിച്ചു നോക്കി. അവനെ കൂട്ടുപിടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇറക്കി. അതിനൊക്കെ മില്യൺസ് കണക്കിന് ഉള്ള, കോടിക്കണക്കിനുള്ള സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ഉണ്ടാക്കി അതിനെ പ്രൊമോട്ട് ചെയ്ത്. എന്നിട്ടും രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല കോൺഗ്രസിന്. ഈ തീവ്രവാദികളുടെയും രാജ്യദ്രോഹികളുടെയും പുറകെ പോകുന്നു. എന്തിനു വേണ്ടി? നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ വേണ്ടി. നരേന്ദ്രമോദി ഈ രാജ്യത്തിനു വേണ്ടി, ഈ ഭാരതത്തിന് വേണ്ടി നിലകൊള്ളുന്ന, യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു പ്രധാനമന്ത്രിയാണെന്ന് ജനങ്ങൾ വിധി എഴുതിക്കൊണ്ട് വീണ്ടും പ്രധാനമന്ത്രിയായിരുത്തി, മൂന്നാമതും പ്രധാനമന്ത്രിയാക്കി ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഇരിക്കുകയാണ്. അദ്ദേഹത്തിനെ തോൽപ്പിക്കുവാൻ വേണ്ടി തീവ്രവാദികളെയും മറ്റ് രാജ്യദ്രോഹികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരിക്കാമെന്ന് സ്വപ്നം കണ്ടു രാഹുൽ ഗാന്ധി. സാധിച്ചില്ല. ജനങ്ങൾ വെറും 99 സീറ്റ് മാത്രം കൊടുത്തുകൊണ്ട് അങ്ങ് മൂലക്കിട്ടു. പക്ഷെ വിചാരം ഈ രാജ്യം ഭരിക്കുന്നത് അവരാണെന്നാണ്. അതിനുവേണ്ടി അവരാണ് ഈ രാജ്യത്തിന്റെ ഭരണം ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്യുവാൻ മാത്രം ധൈര്യമുള്ള, ധീരതയുള്ള ഒരു നേതാവ് കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു നെറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്ത് അങ്ങനെ ഒരു പുതിയ നേതാവിനെ സൃഷ്ടിക്കാൻ വേണ്ടി ഇവിടുത്തെ പത്രങ്ങളൊക്കെ അങ്ങ് കഷ്ടപ്പെടുകയാണ്. വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ സോറസും മറ്റുള്ളവരും ഒക്കെ അങ്ങനെ ഇറക്കിയിട്ട് എറിഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയാണല്ലോ ഈ ധ്രുവ് എന്ന് പറയുന്ന ആ പയ്യൻ ഇത്രയും വലിയ ആ യൂട്യൂബർ ഇത്രയും ലോകം അറിയപ്പെടുന്ന ജർമ്മനിയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യ രാജ്യത്തിനെതിരായിക്കൊണ്ടുള്ള ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. ഇപ്പൊ കേസായിട്ടുണ്ട്. ചിലപ്പം അകത്താകും. ജർമ്മനിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള നേരമേ മാത്രമേ വേണ്ടൂ. അതൊക്കെ സംഭവിക്കാൻ പോകുന്നു. അയാളെ ബാക്കിൽ ഏതൊക്കെ തീവ്രവാദികൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന്റെ കഥകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ വരും വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. അതിന്റെയൊക്കെ കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ ജർമ്മനിയിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു, അയാളെടുത്തേക്ക് ഏത് NGO ത്രൂ ഈ സോറസിന്റെ ഒക്കെ ആൾക്കാർ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതിന്റെ ഒക്കെ കഥ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു രാജ്യദ്രോഹത്തിലേക്ക് ആൾക്കാരിലേക്ക് ഒരു പ്രസ്ഥാനത്തിനെ തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു പഴയൊരു പ്രധാനമന്ത്രിയെ ഇല്ലാതാക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിന് ഒരു വില കളഞ്ഞ ഒരു വൃത്തികെട്ട ഒരു രീതിയിലേക്ക് കോൺഗ്രസ് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും വല്ലാത്തൊരു വിഷമം തോന്നുന്ന സംഗതിയാണ്. നമ്മളെ എതിരാളികളെ തോൽപ്പിക്കണം. പക്ഷേ ഇതൊക്കെ ഈ രാഹുൽ ഗാന്ധിക്ക് ആരാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നത് എന്നറിയില്ല.
ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുവാൻ വേണ്ടി എന്ത് നെറികേടും ചെയ്യുവാൻ വേണ്ടിയുള്ള ക്ലാസ് എടുത്ത അദ്ദേഹത്തിനെ ആരാണ് ഈ വേറൊരു തരത്തിലേക്ക് തിരിച്ചുവിടുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. ഇത് നമ്മുടെ രാജ്യത്തുള്ള കോൺഗ്രസ്സുകാരെങ്കിലും ചിന്തിക്കേണ്ടതാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ 18ഓളം സീറ്റിൽ കോൺഗ്രസ്സുകാർ ജയിച്ചു. പക്ഷേ ആ ജയം, കേരളത്തിലെ ജയം എങ്ങനെയുണ്ടായി എന്നും അറിയാം. ഒരു വിഭാഗം മതസ്ഥർ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാമെന്നുള്ള വ്യാമോഹത്തില് കോൺഗ്രസിന് വോട്ട് ചെയ്തു. ബി.ജെ.പിയെ ഭരണത്തിൽ നിന്ന് ഇറക്കാമെന്നുള്ള വ്യാമോഹത്താൽ സാധിച്ചില്ല. ഇനി നിങ്ങൾക്ക് സാധിക്കില്ല. ബി.ജെ.പിക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ബി.ജെ.പിയുടെ പ്രവർത്തകർക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ആ തെറ്റുകൾ ഒന്ന് തിരുത്തി കഴിഞ്ഞാൽ ഇനിയും കാലങ്ങളോളം ഭാരതീയ ജനതാ പാർട്ടി തന്നെ രാജ്യം ഭരിക്കുമെന്നുള്ള കാര്യത്തിന് സംശയമൊന്നും വേണ്ട മിസ്റ്റർ രാഹുൽ. താങ്കൾ ഈ സ്വപ്നലോകത്ത് ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ടി വരും പ്രധാനമന്ത്രിയാകാം എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരനാവാൻ ശ്രമിക്കണം. ഈ രാജ്യത്തിന് വേണ്ടി, ഈ നേഷനു വേണ്ടി. ഈ ഇന്ത്യ രാജ്യം ഒരു രാജ്യമല്ല, അത് വെറും ഒരു നെഗോസിയേഷൻസ് മാത്രമാണെന്ന് വരെ നിങ്ങൾ പല രാജ്യങ്ങളിൽ പോയി ഇന്ത്യയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ ഉള്ളൊരു മറുപടിയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നിങ്ങളെ പ്രസ്ഥാനത്തിന്, ഈ രാജ്യം ഭരിച്ച പ്രസ്ഥാനത്തിന്, ഈ ഭാരതം ഭരിച്ച പ്രസ്ഥാനത്തിന്, ഈ ഭാരതത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു എന്ന് അവകാശപ്പെടുന്ന പ്രസ്ഥാനത്തിന് വെറും 99 സീറ്റുകൾ മാത്രം നേടിക്കൊണ്ട് മൂലക്കിരിക്കേണ്ടി വന്നത്. നിങ്ങൾ ഇന്നിപ്പോ ഒരു 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 ക്യാബിനറ്റ് റാങ്കിലൊക്കെ ഇരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലേക്കൊക്കെ ഈ 99 സീറ്റ് കൊണ്ട് നിങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാകാം. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയി, താഴത്തേക്ക് പോയി എന്ന് ചിന്തിക്കുന്നില്ല നിങ്ങൾ. നിങ്ങൾ ഇപ്പോഴും നരേന്ദ്രമോദിക്കെതിരെ, നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് അതൊക്കെ നിങ്ങളൊരു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിലേക്ക് വരെ എത്തിപ്പെടുന്നു. നിങ്ങൾക്ക് രാജ്യമല്ല വലുത്, നിങ്ങൾക്ക് പ്രധാനമന്ത്രി സ്ഥാനമാണ് വലുത്. അതുകൊണ്ടാണ് നിങ്ങളുടെ തോൽവി നിങ്ങൾക്ക് എന്നും ഉണ്ടാകുന്നത്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ കോൺഗ്രസ്സുകാര് ഈ വീഡിയോയുടെ അടിയിലൊക്കെ വന്ന് ഒരുപാട് അങ്ങ് ചീത്ത പറയും, ഒരുപാട് അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേരളത്തിലെ ചില മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ആണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങളും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇനി ചിന്തിച്ചിട്ട് കാര്യവുമില്ല. ഈ രാജ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിൽ നിന്ന് പിടിക്കുവാൻ മാത്രം ഉള്ളൊരു നേതാവ് കോൺഗ്രസിന് ഇനി ഉണ്ടാകണം. അത് കാലങ്ങൾ പിടിക്കും. അത് നിങ്ങൾക്ക് ഉണ്ടാകുമോ എന്നുള്ളതിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. കാരണം കോൺഗ്രസ് പ്രസ്ഥാനം ഇനിയും ഈ തീവ്രവാദികൾക്കും രാജ്യദ്രോഹികൾക്കും വിഘടനവാദികളുടെയും വേണ്ടി സംസാരിക്കുന്ന പ്രസ്ഥാനമായി മാറാതെ രാജ്യത്തിന് വേണ്ടി, രാജ്യമാണ് വലുത്, നേഷൻ ഫസ്റ്റ് എന്ന ആ മുദ്രാവാക്യത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്ക്. അല്ലാതെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഒരു പ്രധാനമന്ത്രി സ്ഥാനവും മോഹിച്ചുകൊണ്ട് പ്രേമിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നുറങ്ങേണ്ടി വരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇത്രയും മാത്രം പറഞ്ഞ് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കോൺഗ്രസ്സുകാർക്ക് എന്തെങ്കിലും ഒരു ബോധം വരുമോ എന്ന് നമുക്ക് നോക്കാം. ഇനിയും അടുത്ത വീഡിയോവുമായി നമുക്ക് കാണാം. നമസ്തേ.